പേപ്പയ്ക്കും മാമയ്ക്കും ഹാപ്പി ക്രിസ്മസ് അല്ല, ഹാപ്പി വെഡിങ് ഡേ. ഒരിക്കലും കഴിയില്ല, അങ്ങനെ കൊടുക്കണം. കുറെ കാശ് ഉണ്ടാക്കണേ. ഓടല്ലേ ഓടല്ലേ പതുക്കെ പൊളിയാണ്. ഞാനവളെ ആദ്യമായിട്ട് കാണുന്നത് ജനുവരി 14 കാണുന്നത്. കാരണം കോളേജിൽ ഞാൻ ചേർന്ന ദിവസം. പക്ഷെ അന്നൊന്നും ഞാനൊരു ലവ് എന്ന തരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ആദ്യമായിട്ട് ലവ് പറഞ്ഞത് മെയ് 9 അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് ജൂൺ 1 അവൾ തിരിച്ച് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ലവ് പറഞ്ഞിട്ട് 2-3 കൊല്ലത്തിന് മേലെ. അധികം നാളൊന്നായിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടൊരു 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. കുറച്ച് ദിവസം മുൻപാണ് നമ്മളിത് അറിഞ്ഞത്, ഇങ്ങനെ ഇവൾക്കൊരു അഫെയർ ഉണ്ടെന്നൊക്കെ. അതിന് മുൻപേ ഇവള് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇവന്റെ ഫോട്ടോ ഒക്കെ. അപ്പം അന്നേ നമുക്ക് ഡൗട്ട് അടിച്ചു. അപ്പം അത് ഇപ്പോൾ 6ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഈ ജൂൺ 1 6 വർഷമാകാൻ പോവാണ്. 6 years. ഇന്ന ദിവസം എൻ്റെ അനിയൻ്റെ കല്യാണമാണ്. ആള് നല്ല പൊളൈറ്റാണ്, കാര്യങ്ങളിലൊക്കെ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ വളരെയധികം ബോൾഡായിട്ട് എടുത്ത തീരുമാനമാണ് മരിയ റോസ്. എല്ലാ കാര്യത്തിലും കറക്റ്റാണ്, 100% പെർഫെക്റ്റ് ആയിട്ടാണ് അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. എനിക്ക് ഫീലിംഗ് പറഞ്ഞാൽ 100% ഞാൻ പെർഫെക്റ്റ് ആണ് അവൻ്റെ കാര്യത്തിൽ. എനിക്ക് സ്നേഹത്തോടെ ഞാൻ വിളിക്കുന്ന അവൾ റോസു എന്നാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം അവൾ കൂടെ വന്നിട്ടുണ്ട്. ഞാനൊന്നുമല്ലാതിരുന്ന കാലത്തും അവൾ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോഴും എല്ലാം റെഡിയാവും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥനയിൽ എന്നെ ഓർത്തു. വളരെയധികം സന്തോഷമുണ്ട്. അവൾ എൻ്റെ കൂടെ ഉള്ളതിന് സന്തോഷമുണ്ട്. നീ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സന്തോഷം, ഹാപ്പിയാണ്.
ഒരുപാട് സന്തോഷം. അലക്സ് ആയാലും നല്ല കംഫർട്ടബിൾ ആണ്. അവൻ്റെ ഓരോ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വളരെ കംഫർട്ടബിൾ ആണ് അവൻ. എന്തായാലും നല്ലൊരു ജീവിതം അവൾക്ക് ഉണ്ടാവട്ടെ. ശരിക്കും അങ്ങനെ പറഞ്ഞു. നന്നായിട്ടുണ്ട്. സന്തോഷം. ഓവറൊന്നുമില്ല.